പുറ്റിങ്ങൽ വെടിക്കെട്ട് അപകടം നടന്നപ്പോൾ സർക്കാർ നിയമിച്ച ജസ്റ്റിസ് PS ഗോപിനാഥൻ കമ്മീഷൻ അപകടങ്ങൾ തടയാൻ നിരവധി നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. എന്നാൽ ലക്ഷങ്ങൾ ചെലവിട്ട് നിർമ്മിക്കുന്ന ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ടുകൾ സർക്കാർ ഭദ്രമായി അലമാരയിൽ സൂക്ഷിക്കുന്നത് പോലെ പുറ്റിങ്ങൽ റിപ്പോർട്ടും അവഗണിച്ചതിന്റെ ഫലമാണ് ഇന്നലെ തൃശൂരിൽ കണ്ടത്. അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ തൃശൂർ പൂരം നടക്കുമോ എന്നും കണ്ടറിയണം. അപകടം മുൻകൂട്ടി കണ്ട് ഇത്തരം സ്ഥലങ്ങളിൽ ഫയർ എഞ്ചിനുകൾ തയ്യാറാക്കി നിർത്തണമായിരുന്നു. അതുകൊണ്ട് അപകടം ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതൽ അധികൃതർ സ്വീകരിക്കണമായിരുന്നു. ഒരു അപകടം നടന്ന ശേഷമല്ല ഫയർ എഞ്ചിനുകൾ അവിടെ എത്തേണ്ടത്. ഇതിൽ പോലും സർക്കാർ തലത്തിൽ വീഴ്ചയുണ്ടായി. വെടിക്കോപ്പുകൾ നിർമ്മിച്ച സ്ഥലത്തേക്ക് വാഹനങ്ങൾക്ക് പോലും കടന്നു ചെല്ലാൻ കഴിഞ്ഞില്ല. അതിനുള്ള സ്ഥല സൗകര്യവും ഉണ്ടായിരുന്നില്ല. ഇത്തരം കാര്യങ്ങൾ പരിശോധിക്കാൻ നിയോഗിക്കപ്പെട്ടവർ വീട്ടിൽ കിടന്ന് സുഖമായി ഉറങ്ങിയതാണ് മരണസംഖ്യ ഉയരാൻ കാരണം. തൃശൂർ പൂരത്തിന്റെ വെടിക്കെട്ട് സുരക്ഷിതമായി നടത്താനുള്ള സജ്ജീകരണങ്ങൾ അത്രയധികം ശ്രദ്ധിച്ചു വേണമായിരുന്നു ഒരുക്കാൻ. പൂരനഗരിക്ക് കിലോമീറ്ററുകൾ അകലെയാണ് ഇപ്പോൾ അപകടമുണ്ടായത്. എങ്കിലും അപകടമുണ്ടാകാതിരിക്കാനുള്ള മുൻകരുതലുകൾ എടുക്കേണ്ടതായിരുന്നു. വെടിമരുന്ന് വലിയ അളവിൽ ഒരു സ്ഥലത്ത് സൂക്ഷിക്കുന്നതിന് പകരം പല സ്ഥലത്തായി സൂക്ഷിച്ചിരുന്നുവെങ്കിൽ അപകടത്തിന്റെ ആഘാതം കുറയ്ക്കാൻ പറ്റുമായിരുന്നു. തൃശൂർ പൂരം എല്ലാ വർഷവും ഉള്ളതാണ്. 2 ഫയർ എഞ്ചിനുകളും അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെയും ഈ വെടിമരുന്ന് സൂക്ഷിക്കുന്നതിന്റെ സമീപത്ത് തയ്യാറാക്കി നിർത്താൻ ബന്ധപ്പെട്ടവർ ശ്രമിക്കണമായിരുന്നു. അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ ദുരന്തമുണ്ടാകാതിരിക്കാനുള്ള മുൻകരുതലുകൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ സ്വീകരിക്കുമായിരുന്നു. തൃശൂരിൽ ഇപ്പോഴുണ്ടായ അപകടം വെച്ച് നോക്കുകയാണെങ്കിൽ ഫയർഫോഴ്സ് സംവിധാനം അവിടെ ഉണ്ടായിരിക്കില്ല. വെടിമരുന്ന് സൂക്ഷിപ്പുശാലയിലെ ജോലിക്കാർ മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. അവർക്ക് സുരക്ഷയെക്കുറിച്ച് വലിയ ധാരണയുണ്ടായിരുന്നില്ല. 2 ഫയർ എഞ്ചിനുകൾ ആ പരിസരത്ത് സജ്ജീകരിച്ചിരുന്നുവെങ്കിൽ കാര്യങ്ങൾ ചിട്ടയായി നടക്കുമായിരുന്നു. കേരളത്തിൽ മാത്രമല്ല തമിഴ്നാട്ടിലും ഇത്തരം അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അപകടം ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതൽ അധികൃതർ സ്വീകരിക്കണമായിരുന്നു. കോഴിക്കോട് മിഠായി തെരുവും തിരുവനന്തപുരം ചാലയും ഇടയ്ക്കിടെ തീപിടുത്തമുണ്ടാകുന്ന സ്ഥലങ്ങളാണ്. ജേക്കബ് തോമസ് ഫയർഫോഴ്സിന്റെ ഡയറക്ടർ ജനറൽ ആയിരുന്ന സമയത്ത് ഇവിടങ്ങളിൽ ഫയർഫോഴ്സ് വാഹനങ്ങൾ തയ്യാറാക്കി നിർത്തി. അവിടെ ഇപ്പോൾ വലിയ അപകടങ്ങൾ ഉണ്ടാകുന്നില്ല. തൃശൂർ പൂരം എന്നത് കുറച്ചു ദിവസമാണ് നടക്കുന്നത്. അതിന്റെ ഭാഗമായുള്ള കരിമരുന്ന് സൂക്ഷിപ്പുശാലകളിൽ ഫയർ എഞ്ചിനുകൾ സ്റ്റേഷൻ ചെയ്യണമായിരുന്നു. പുറ്റിങ്ങൽ അപകടവും ഇപ്പോഴത്തെ അപകടവും തമ്മിൽ വ്യത്യാസമുണ്ട്. അവിടെ ആളുകൾ കൂടി നിന്ന സ്ഥലത്താണ് അപകടമുണ്ടായത്. എക്സ്പ്ലോസീവ് നിയമം അനുസരിച്ച് സ്ഫോടക വസ്തുക്കൾ സൂക്ഷിക്കുന്നതിനും ആ സ്ഥലവുമായി ബന്ധപ്പെട്ട് കുറെ നിബന്ധനകളുണ്ട്. അതെല്ലാം പാലിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടത് അധികൃതരാണ്. അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ അപകടം ഉണ്ടാകുമായിരുന്നില്ല. തൃശൂർ പൂരം എല്ലാ വർഷവും നടക്കുന്ന കാര്യമാണ്. എല്ലാ ജനങ്ങളുടെയും ഉത്സവമായ പൂരം കുറ്റമറ്റ രീതിയിൽ സുരക്ഷിതമായി നടത്തുക എന്നത് അധികാരികളുടെ ഉത്തരവാദിത്തമാണ്. ഇപ്പോഴുണ്ടായ അപകടത്തിന് ക്ഷേത്രവുമായി ബന്ധമില്ല. പൂരത്തിന് ഉപയോഗിക്കുന്ന വെടിമരുന്നുകൾ സുരക്ഷിതമായിട്ടാണ് സൂക്ഷിക്കുന്നതെന്ന് ഉറപ്പാക്കാനുള്ള നിയമം നമുക്കുണ്ട്. അധികൃതർ അത് ചെയ്യണമായിരുന്നു. കരിമരുന്നുകളും ചൂടും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. തൃശൂർ മുണ്ടത്തിക്കോട് പൂരത്തിന് വെടിക്കെട്ട് സാമഗ്രികൾ നിർമ്മിക്കുന്ന 5 വെടിമരുന്ന് പുരകളിലുണ്ടായ വൻ സ്ഫോടനത്തിൽ നിരവധി പേർ മരിച്ചതായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. തൃശൂർ വെടിക്കെട്ട് പുരയിൽ ഉണ്ടായ വൻ ദുരന്തത്തിന്റെ ഞെട്ടലാണ് കേരളം. തിരുവമ്പാടി ദേവസ്വം ബോർഡിന് വേണ്ടി വെടിക്കെട്ട് സാമഗ്രികൾ നിർമ്മിക്കുന്ന മുണ്ടത്തിക്കോടാണ് സ്ഫോടനം നടന്നത്. മരണസംഖ്യ ഉയരുന്നത് ആശങ്കയിലാക്കുന്നുണ്ട്. പുറ്റിങ്ങൽ വെടിക്കെട്ട് ദുരന്തം നടന്ന് 1 പതിറ്റാണ്ട് കഴിയുന്ന വേളയിലാണ് മറ്റൊരു വെടിക്കെട്ട് ദുരന്തം സംസ്ഥാനത്തെ ആകെ ഞെട്ടിച്ചത്. ആരാധനാലയങ്ങളിൽ വെടിക്കെട്ട് നടത്തണമോ എന്നതിനെ സംബന്ധിച്ചും മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിനെ കുറിച്ചും നിയമ പോരാട്ടങ്ങളും ചർച്ചകളും നടക്കുന്ന വേളയിലാണ് വീണ്ടും ഒരു അപകടം സംഭവിക്കുന്നത്. ആരാധനാലയങ്ങളിൽ നടക്കുന്ന വെടിക്കെട്ടിനെ പറ്റി കാലങ്ങളായി ചർച്ചകൾ നടക്കുന്നുണ്ട്. വെടിക്കെട്ട് ഒഴിവാക്കണമെന്ന് വാദിക്കുന്നവരും കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ചു നടത്തണമെന്നൊക്കെ വാദിക്കുന്നവരുമുണ്ട്. വെടിക്കെട്ട് നടത്തേണ്ട സമയവും ദൂരപരിധിയും സംബന്ധിച്ചും മാർഗനിർദ്ദേശങ്ങളുണ്ട്. എന്നാൽ അത് കൃത്യമായി പാലിക്കുന്നുണ്ടോ എന്നത് സംശയമാണ്. കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിക്കാതെ വെടിക്കെട്ട് നടത്തുകയും അപകടം ക്ഷണിച്ചു വരുത്തുന്ന സംഭവങ്ങൾ ഒട്ടേറെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. ദുരന്തങ്ങൾ സംഭവിക്കുന്ന വേളയിൽ മാത്രമാണ് ഇക്കാര്യങ്ങൾ ചർച്ചയാകാറുള്ളൂ. നേരത്തെ സംസ്ഥാനത്തെ ആരാധനാലയങ്ങളിൽ അസമയത്ത് പടക്കം പൊട്ടിക്കുന്നത് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് നിരോധിച്ചിരുന്നു. ഉത്തരവിനെതിരെ സർക്കാർ നൽകിയ ഹർജി പരിഗണിക്കുമ്പോൾ ഡിവിഷൻ ബെഞ്ച് സർക്കാരിനോട് ചോദ്യങ്ങളും ഉന്നയിച്ചു. വെടിക്കെട്ടിന് സംസ്ഥാനത്ത് എന്തെങ്കിലും മാർഗരേഖയുണ്ടോ എന്നാണ് ഹൈക്കോടതി ചോദിച്ചത്. നിരോധനത്തെ സർക്കാർ എതിർക്കുന്നത് എന്തിനാണെന്നും കോടതി ആരാഞ്ഞു. രാത്രി 10-നും രാവിലെ 6-നും ഇടയിൽ വെടിക്കെട്ട് നിയന്ത്രണമുണ്ട് എന്നും എന്നാൽ അത് ക്ഷേത്രോത്സവങ്ങൾക്ക് ബാധകമല്ലെന്നാണ് സർക്കാർ കോടതിയെ അറിയിച്ചത്. രാവിലെ 6-നും രാത്രി 10-നും ഇടയ്ക്ക് വെടിക്കെട്ടുകൾക്ക് നിയന്ത്രണമില്ല. എന്നാൽ അതിനുശേഷമുള്ള വെടിക്കെട്ടുകൾക്ക് നിയന്ത്രണം വേണം. പക്ഷേ
ക്ഷേത്രോത്സവങ്ങളുടെ കാര്യത്തിൽ ഓരോന്നിനും പ്രത്യേക അപേക്ഷകൾ പരിഗണിച്ച് സർക്കാരിനെ തീരുമാനമെടുക്കാമെന്നുമാണ് ഹൈക്കോടതി അറിയിച്ചത്. മാത്രമല്ല, കഴിഞ്ഞ വർഷം ഉത്സവങ്ങളുടെ വെടിക്കെട്ട് സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ച പുതിയ ഭേദഗതി വിജ്ഞാപനം വൻതോതിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. കടുത്ത മാർഗനിർദ്ദേശങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരുന്നത്. വെടിക്കെട്ടുപുരയിൽ നിന്ന് 200 മീറ്റർ അകലെ മാത്രമേ വെടിക്കെട്ട് നടത്താവൂ, പെസോയുടെ പരീക്ഷ പാസ്സാകുന്നവർക്ക് മാത്രമേ ലൈസൻസിയാകാനാകൂ തുടങ്ങിയ നിർദ്ദേശങ്ങളുണ്ടായി. അത്തരത്തിൽ വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട ആശങ്കകളും വാദപ്രതിവാദങ്ങളും നടന്നു വരികയാണ്. അതിനിടെയാണ് മറ്റൊരു ദുരന്തം സംഭവിക്കുന്നത്. തിരുവമ്പാടി വെടിക്കെട്ട് ലൈസൻസി മുണ്ടത്തിക്കോട് സതീഷിന്റെ വെടിക്കെട്ട് പുരയിലാണ് അപകടം നടന്നത്. പലർക്കും ഗുരുതരമായി പരിക്കേറ്റു. വെടിക്കെട്ടിന്റെ പ്രധാന ചുമതലക്കാരനായ സതീഷിന് ഉൾപ്പെടെയുള്ളവർക്കാണ് പൊള്ളലേറ്റത്. മണിക്കൂറുകൾ കഴിഞ്ഞാണ് തീ പൂർണ്ണമായും അണച്ചത്. ചെറിയ വഴിയായതിനാൽ ഫയർഫോഴ്സ് സംഘത്തിന് സംഭവസ്ഥലത്ത് എത്താൻ പ്രയാസം നേരിട്ടു. തുടർന്ന് സമീപത്തെ മതിൽ തകർത്താണ് ഫയർഫോഴ്സ് സംഘം സ്ഥലത്തെത്തിയത്. പരിക്കേറ്റവരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടം നടന്ന സമയത്ത് ഏകദേശം 30-നും 40-നും ഇടയിലുള്ള ആളുകൾ സംഭവസ്ഥലത്തുണ്ടായിരുന്നുവെന്നാണ് തൃശൂർ ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ നൽകുന്ന വിവരം. ഇവരിൽ ചിലർ വെള്ളം കുടിക്കാനും മറ്റുമായി പ്രദേശത്ത് നിന്ന് മാറിയിട്ടുണ്ടെന്നും വിവരമുണ്ട്. സ്ഫോടനത്തിന്റെ യഥാർത്ഥ കാരണം ഇതുവരെയായിട്ടും വ്യക്തമായിട്ടില്ലെന്നും രക്ഷാപ്രവർത്തനം യുദ്ധകാലാടിസ്ഥാനത്തിൽ പുരോഗമിക്കുകയാണെന്നും ലൈസൻസി മുണ്ടത്തിക്കോട് സതീഷ് ഉൾപ്പെടെയുള്ളവർ ആശുപത്രിയിൽ ചികിത്സയിലാണെന്നും കളക്ടർ വ്യക്തമാക്കി. പുറ്റിങ്ങൽ വെടിക്കെട്ട് ദുരന്തം കഴിഞ്ഞ് 10 വർഷം കഴിയുന്ന വേളയിലാണ് തൃശൂരിലെ അപകടം. 2016 ഏപ്രിൽ 10-ന് മത്സരക്കമ്പത്തിനിടയിൽ ഉണ്ടായ സ്ഫോടനത്തിൽ അന്ന് 110 പേർ മരിക്കുകയും 656 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ജില്ലാ ഭരണകൂടം വെടിക്കെട്ട് നിരോധിച്ചതായി അറിയിച്ചിട്ടും ക്ഷേത്ര കമ്മിറ്റിക്കാരും കമ്പക്കാരും ചേർന്ന് നിയമവിരുദ്ധമായി മത്സരം നടത്തിയെന്ന കേസും നടക്കുകയാണ്. ഇതിനു മുമ്പും ഒട്ടേറെ അപകടങ്ങൾ സംസ്ഥാനത്ത് നടന്നു. പാലക്കാട് കല്ലേപ്പുള്ളി കാർത്തിയാനി ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെയുണ്ടായ, അതായത് 1990-കളിൽ സ്ഫോടനത്തിൽ അന്ന് 26 പേർ മരിച്ചിരുന്നു. 1987-ൽ മാവേലിക്കര ചെട്ടിക്കുളങ്ങര കുംഭഭരണി ഉത്സവത്തിനിടെയുണ്ടായ സ്ഫോടനത്തിലും 11 പേർ മരിച്ചു. 2016-ൽ മരട് കൊട്ടാരം ഭഗവതി ക്ഷേത്രത്തിലും വെടിക്കെട്ട് അപകടമുണ്ടായി. 25 പേരുടെ ജീവനെടുത്ത തമിഴ്നാട്ടിലെ വിരുദ്ധനഗർ ജില്ലയിലെ കട്ടനാർപട്ടിയിൽ പടക്കശാലയിൽ ഉണ്ടായ ഉഗ്രസ്ഫോടനത്തിൽ നിന്നും കേരളത്തിനും പാഠങ്ങൾ ഉൾക്കൊള്ളാനുണ്ടായിരുന്നു. കേരളം വിറങ്ങലിച്ച പുറ്റിങ്ങൽ വെടിക്കെട്ട് ദുരന്തത്തിന് 10 ആണ്ട് പിന്നിടുന്ന വേളയിൽ കൂടിയായിരുന്നു ജാഗ്രത പാലിക്കേണ്ടതിന്റെ ഓർമ്മപ്പെടുത്തൽ. എന്നാൽ മണിക്കൂറുകൾ പിന്നിടും മുമ്പേ സംസ്ഥാനം മറ്റൊരു വലിയ ദുരന്തത്തിന് കൂടി സാക്ഷ്യം വഹിച്ചിരിക്കുകയാണ്. തൃശൂർ പൂരത്തിന് വെടിക്കെട്ട് സാമഗ്രികൾ നിർമ്മിക്കുന്നിടത്ത് നടന്ന ഉഗ്രസ്ഫോടനത്തിൽ ഇതുവരെ നിരവധി മരണങ്ങളാണ് സ്ഥിരീകരിച്ചത്. സ്ഫോടന സ്ഥലത്തിന് സമീപത്തെ പറമ്പുകളിലെല്ലാം ശരീരഭാഗങ്ങൾ ചിതറിത്തെറിച്ച നിലയിലാണെന്നും ദൃക്സാക്ഷികൾ പറയുമ്പോൾ ആ ദുരന്തത്തിന്റെ വ്യാപ്തി ഊഹിക്കാവുന്നതേയുള്ളൂ. സമീപകാലത്തുണ്ടായ ഏറ്റവും വലിയ വെടിക്കെട്ട് അപകടങ്ങളിൽ ഒന്നായി മാറിയേക്കാവുന്ന ദുരന്തം. 17 ദിവസം മുമ്പാണ് സംസ്ഥാനത്ത് 2 യുവാക്കളുടെ ജീവനെടുത്ത മറ്റൊരു പടക്ക നിർമ്മാണ സ്ഫോടനം നടന്നത്. കോഴിക്കോട് കുന്നമംഗലത്തിന് സമീപം കുരിക്കത്തൂരിലാണ് പടക്ക നിർമ്മാണത്തിനിടെ വീട്ടിൽ സ്ഫോടനമുണ്ടായി 2 പേർ മരിച്ചത്.